Hi guys, welcome back to our channel. So എല്ലാരും സുഖായിരിക്കുന്നോ? Yes, സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. Yes. So നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മളൊരു ചെറിയ ആൽഫബറ്റ് ഡേറ്റിംഗ് സീരീസ് ചെയ്യുവാണ്. And today is the second alphabet B. Okay? നിങ്ങൾ ഓൾറെഡി കണ്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വരപ്പും കാര്യങ്ങളും ഒക്കെ? Yes. പറയൂ, ആരാണ് ബെറ്റർ ആർട്ടിസ്റ്റ് എന്ന് കമന്റ് ചെയ്യൂ. ആൻഡ് കാണാത്തവർക്ക് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ എൻഡിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇന്നത്തെ ആൽഫബറ്റ്, ആസ് ഐ സെഡ് earlier, is B. And what are we going to do? Bowling. Yes. So we are going to have a very cute, fun and competitive session of bowling. So നമ്മള് ഗോപാലൻ ഗ്രാൻഡ് മോളിലേക്കാണ് പോകുന്നത്. ഗോ ബൗൾ. ഓക്കെ. സോ നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഹായ് ഗൈസ്, ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ റേറ്റ് വന്നിട്ട് പെർ പേഴ്സൺ 350. അതിൽ നമുക്ക് ഒരു പെപ്സി നാച്ചോസ് കോംബോ, പെപ്സി സമോസ കോംബോ ഓർ ബ്രൗണി ആൻഡ് ഐസ്ക്രീം ഏതാ വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം പെർ പേഴ്സൺ. ഇറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ടിക്കറ്റ് ആൻഡ് വി ഗെറ്റ് ഷൂസ്. സോ ബൗളിംഗ് വരുമ്പം യു ഗൈസ് ഷുഡ് നെവർ ഫർഗെറ്റ് ടു ക്യാരി സോക്സ്. അല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ എല്ലാ ബൗളിംഗ് സ്ഥലത്തും അങ്ങനെ. യെസ്, ആൻഡ് വേറെ അവർ തരുന്ന ബൗളിംഗ് ഷൂസ് ആണ്. സോ വി ഗോട്ട് 8 and 9. ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഷൂ ഇതാണ്. നമ്മൾ ഒരുന്നു എന്നിട്ട് ഇത് ഇടുന്നു. എന്ത് നല്ല ആചാരം. എന്നിട്ട് നമ്മൾ ബൗൾ ചെയ്യാൻ പോകുന്നു. ഞാൻ എന്നെ തോപ്പിക്കും. ചലഞ്ച്. ബെറ്റ്. ഇത്ര ബെറ്റ്. Hello guys, in the neon socks. ഇനി നമ്മൾ ഷൂസ് ഇട്ടിട്ട് വരാം. സോ ഇതാണ് നമ്മളെ പോയിന്റ് ടേബിൾ അല്ലേ? Yes. Our names are already set. ഇതാണ് നമ്മളെ പോയിന്റ് ടേബിൾ. ഫസ്റ്റ് ചാൻസ് എന്റെ ആണ്. പോയി പൊളിക്ക്. ഇവിടെ ബോൾസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ബൗളിംഗിൽ നമ്മൾ പ്രോ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യം. 3 തുളയുണ്ട് ഇതിന്, 3 ഹോൾസ് ഉണ്ട്. നമ്മൾ ഈ 2 വിരലും ഒരു വിരലും കൂടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത്, ഹോൾഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളത് അതായത് Okay, ready? ഇങ്ങനെ എറിയും. Okay? Ready? This is how it works. Ready, steady, let's get rolling! Oh! തെറ്റിപ്പോ. ഇനി നമ്മൾ കറക്റ്റ് ആകണം. Yes. Go! Oh no guys, see the missile. Tough luck boy. അടുത്ത എന്റെ ചാൻസ് ആണ്. കുഴപ്പമില്ല, നമ്മൾ ഇംപ്രൂവ് ആവും. അടുക്ക്. Oh, missile guys. Damn it. Second chance. Guys, oh wow. He's the one cheating on. ശരിയാണ്. അവിടെ പോയി മിസ് ആവുന്നു guys. You need to improve. അപ്പോൾ സ്കോർ ഇപ്പം 0-0. Let's begin. ഇതുവരെ ട്രയൽ ആയിരുന്നു. അതെ, now the real battle begins.
how we roll. Nice, nice. ആ ഒരെണ്ണം അടിച്ചു കാണിക്കൂ. അത് കുറച്ച് ടഫ് ആണെങ്കിലും ഞാൻ നോക്കാം. Yes, come on, you can do it. Come on, you can do it. Oh my God! It's a score, guys. ലച്ചുത അടുത്ത അംഗത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സ്കോർ ഇപ്പം 10-0. രണ്ടാമത്തെ ചാൻസ്. ഓ അയ്യോ, 4 തട്ടി ഗൈസ്. 4 ബാക്കിയുണ്ട്. ആമയെ പോലെ പോയി അത്. എന്തായാലും 4 വീഴുന്നു. അതാണ് പവർ. Slow and steady wins the race. So round 3 ആണ് guys. Round 3. You just have 3 more. ഞാനിപ്പോ ഇതിൽ പ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. Round 2. ഇത് കുറച്ച് പാടാണ്. രണ്ടെണ്ണം ഈ സൈഡിലും രണ്ടെണ്ണം അങ്ങറ്റും ഒരെണ്ണം ഇങ്ങറ്റും. ഏതെങ്കിലും ഒന്നിലെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോക്കാം, എവിടെയെങ്കിലും ഒക്കെ ഫോക്കസ് ചെയ്തെറിയാം. യെസ്. അയ്യോ, പാട്ട് മാറി ഗൈസ്. പൊളിച്ചെടുത്ത് ട്രാക്ക് മാറ്റി. ഞാൻ അപ്പുറത്തേലാണ് എയിം ചെയ്തത്, പക്ഷെ ഇപ്പുറത്തെ വീഴുന്നു. എന്നാലും കുഴപ്പമില്ല. സോ ഞാൻ തന്ന ട്രെയിനിങ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തേർഡ് റൗണ്ട് ആണ് ഗൈസ്. അവിടെ എത്തുമ്പോ ഇതെന്താ ഈ ചരിയുന്നേ? ഗ്രേറ്റ്. എന്നാ ഞാൻ തന്ന ട്രെയിനിങ് എങ്ങനെയുണ്ട്? പൊളി. ആ 3 കൂടെ വീട്ടിയ സെറ്റ്. തേർഡ് റൗണ്ടിന്റെ സെക്കൻഡ് ചാൻസ്. സ്ട്രൈറ്റ് എറിഞ്ഞോ? ഗൈസ്, കറക്റ്റ് ഒരെണ്ണത്തിൽ നോക്കിയത്. സൈഡിൽ പോകുന്ന അവിടെ ഒരു ചരിവുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓ പിന്നെ ബോള് ലാലേട്ടനാണല്ലോ. അതെ. സോ തേർഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോയിന്റ്സ് 25-11. എനിക്ക് 25, ലച്ചുവിന് 11. ഇനിയും ടൈം ഉണ്ട് പിടിക്കാൻ. റൗണ്ട് 4. ഞാൻ ഇതിൽ പ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. വല്ല ബൗളിംഗ് ടീമും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. യെസ്, കം ഓൺ. ഓ നോ ഗൈസ്, മിക്സ് ആയി പോയി. അത് ഞാൻ ഈ സൈഡിൽ ഇരുന്നിട്ട് മറ്റേ സ്പിന്ന് ബോൾ ആലോചിച്ച് എറിഞ്ഞതാണ്. അതും പോയി ഗൈസ്, അതും പോയി. ഫോർത്ത് റൗണ്ട് സെക്കൻഡ് ചാൻസ്. കം ഓൺ. ഗൈസ്, ഇത് സീനാണ്. റൗണ്ട് 5 ചാൻസ് 1. Oh, mixai guys. Pade sarela. Next chance. അത് കുറച്ച് സീനായി. അതും mixai guys. Power boy. കണ്ണ് വിട്ടാൻ തോന്നുന്നു. ഞാൻ മറ്റത് ക്യാൻസൽ ചെയ്ത് ബോളിംഗ് ടീം ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യുന്നു. ഫിഫ്ത്ത് റൗണ്ട്.
പതുക്കെ ഇറങ്ങിട്ട് അവിടെ എത്തുന്നത് അവിടെ മാറി. എത്തിയിട്ട് അത് അപ്പുറത്തെ റോഡിൽ പോകും. പിന്നെ അവിടെ എത്തുമ്പോ മാറിപ്പോ. റൗണ്ട് 5 കഴിഞ്ഞപ്പോ നമ്മുടെ സ്നാക്സ് എത്തി കഴിഞ്ഞു. 2 പെപ്സി, ഒരു നാച്ചോസ് ആൻഡ് പിന്നെ സമോസ ആൻഡ് സോസ്. സോ ഗൈസ്, ഇത് ഞാൻ ഓർഡർ ചെയ്ത സമോസ, പെപ്സി. ഇതിൽ എച്ച് ഓർഡർ ചെയ്ത നാച്ചോസ് ആൻഡ് പെപ്സി. എല്ലാ ലൈക്ക് നമ്മൾ 350ക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൽ സമോസ, പെപ്സി ഓർ നാച്ചോസ് ആൻഡ് പെപ്സി ഓർ ബ്രൗണി ആൻഡ് ഐസ്ക്രീം, ബ്രൗണി വിത്ത് പെപ്സി അത് ഇൻക്ലൂഡഡ് ആണ് 350ക്ക്. സോ ഇറ്റ്സ് വർത്ത് ഇറ്റ്. നൈസ് ആണ്. നല്ല ചൂട് സമോസ. എങ്ങനെയുണ്ട്? ഗൈസ്, നമ്മൾ സ്നാക്സും പെപ്സിയും ഒക്കെ കഴിച്ച് റിഫ്രഷ് ആയി അടുത്ത അംഗത്തിലേക്ക് റൗണ്ട് 6. ഓ മൈ ഗോഡ്, റിഫ്രഷ് ആയി. ഓ മൈ ഗോഡ്. ഉള്ളൂ ഗൈസ്, നോക്കാം നമുക്ക്. Oh no! സ്ട്രൈറ്റ് പോയി. ഇതിൽ സ്പിന്ന് ചെയ്യാൻ ഭയങ്കര പാടാണ്. കഷ്ടം. ഓക്കേ, റിഫ്രഷ്ഡ് ആണ്. ഞാൻ പറഞ്ഞൊന്നുമല്ല. കറക്റ്റ് അതിന് come on, second chance. സെറ്റ്. ചിക്കു 42 ആയി. ഞാൻ ഇപ്പോഴും 19 കിടക്കുന്നേ ഉള്ളൂ. റൗണ്ട് 7. That is easy. ഇനി നമുക്ക് നടുക്ക് എയിം ചെയ്ത് മാത്രം എറിഞ്ഞാൽ ആക്ച്വലി അതും ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ആദ്യത്തെ ഇതില് സൈഡ് നോക്കി എറിഞ്ഞു കഴിഞ്ഞാൽ പകുതി വീഴും. എന്നിട്ട് നമുക്ക് നടുക്ക് നോക്കി മാത്രം എറിഞ്ഞാൽ. ഇത് അളന്ന് മുറിച്ചൊന്നും അല്ല എറിഞ്ഞത്. എന്നാലും ഒരൊറ്റെണ്ണം വീഴുന്നു. Come on. നിന്റെ ബോൾ കറങ്ങണ്. അങ്ങോട്ട് പോകും. റൗണ്ട് 8. അത് കൊള്ളായിരുന്നു. നൈസ് സാധനം. 3 എണ്ണം കൂടിയുള്ളൂ ഗൈസ്. വേറൊന്നും കൂടെ ഉണ്ട്. നമ്മൾ ഈ എറിയുന്ന ബോൾ തന്നെ ഇവിടെ നമുക്ക് വരും. സോ നിങ്ങൾക്ക് ലക്കി ബോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. This is my lucky ball. You miss ആയി guys. അത് കയ്യിൽ നിന്ന് പോയി. അത് നടുക്ക്. ഒരെണ്ണം ബാക്കി.
അത് പോയി. സൈഡ് എയിം ചെയ്തതാണ് ഗൈസ്. ആദ്യമേ അത് വെളിയിൽ പോയി. We only have 4 more frames to go. Round 9. Are you ready for it? Yes. അല്ല തുടങ്ങുന്നതിന് മുമ്പ് എന്തോ വെല്ലുവിളിച്ചായിരുന്നല്ലോ. അതെ, ഞാൻ ബെറ്റ് ജയിച്ചാൽ 1 രൂപ തരും എന്ന് പറഞ്ഞു. നീ ബെറ്റ് ജയിച്ച എത്രയായിരുന്നു? 1 ലക്ഷം അല്ലേ? പക്ഷെ ഞാനല്ലേ ജയിച്ചത്. ഞാൻ 1 രൂപ തരും. ജയിച്ചിട്ടില്ല, ഇനി 4 ഉണ്ട്. നോക്കാം. Round 9 part A. Oh guys. Miss. ലെഫ്റ്റ് വെച്ച് ട്രൈ ചെയ്താലോ? Okay guys, ലെഫ്റ്റ് വെച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്തിനാ ഈ വേണ്ടാത്ത വഴി? ലെഫ്റ്റില് വാക്കില്ല, എന്നാലും ലെഫ്റ്റ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാനല്ലേ ജയിക്കുള്ളൂ. അപ്പൊ ട്രൈ ചെയ്താ കുഴപ്പമില്ല. ആയിക്കോട്ടെ ഗൈസ്, ലെഫ്റ്റി ഹിയർ. ഓ ദേ പോണു. ലെഫ്റ്റ് വെച്ച് ട്രൈ ചെയ്യില്ലേ? മനസ്സിലായില്ലേ? ഓ സ്ലോ ആണെങ്കിലും വീഴണമെന്ന് സാധനം. ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന. അത് പോയി. പോയി ഗൈസ്, പോയി. സോ ലാസ്റ്റ് റൗണ്ട് ആണ്. സ്കോർ 54-34. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. യെസ്. ഇതിൽ പറ്റും, ഞാൻ വേണമെങ്കിൽ വിട്ടുതരാം. സ്ഥലത്തേലും നീ ഫുൾ ഇടണം. കുഴപ്പമില്ല, ഞാൻ എയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോളാം. കൊള്ളാം, നല്ല ഐഡിയ. Come on. So 10th round, part A. Come on. ഞാൻ Oh yay! Woo! ഒരെണ്ണം കൂടി. ഒരെണ്ണം തട്ടി മാറി. Come on. ലാസ്റ്റ് ബോൾ ആണ് ഗൈസ്. ആ ഒരെണ്ണമേ തട്ടാനുള്ളൂ. ലാസ്റ്റ് ബോൾ, ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്. Oh no guys. Wonderfully miss ആയിട്ടുണ്ട്. അത് പാവ ഇടാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. ചിക്കുന്റെ ഫൈനൽ സ്കോർ 63. ഫൈനൽ റൗണ്ട്. ഓ രണ്ടെണ്ണം തട്ടി. ഇനി നടുക്ക് നോക്കി മാത്രം അറിഞ്ഞാൽ മതി. കമോൺ. സ്പിൻ ചെയ്ത് പോണത്. തോറ്റു ഗൈസ്, ഞാൻ തോറ്റു. ഫൈനൽ സ്കോർ 63-37. 63-37. Wonderfully. തോറ്റത് കൊണ്ട് ലച്ചുവിന്റെ പെപ്സി എനിക്ക് തരുന്നതാണ്. അയ്യോ, ഒരു കാര്യം അതായിരുന്നു പറ്റും. ഞാൻ തരും. ശരി, വരൂ വരൂ, അശോകന് ക്ഷീണമാവാം. കുഴപ്പമില്ല, ഒരു രൂപയില്ലേ ഞാൻ അയച്ചെന്നോളാം. എന്റെ പെപ്സി ഞാൻ തരില്ല. So guys, ഇതായിരുന്നു നമ്മള് ആൽഫബറ്റ് ഡേറ്റിംഗിലെ സെക്കൻഡ് വണ്ണായ ബി ഫോർ ബൗളിംഗ്. yes, it was really fun. നമ്മൾ ഏകദേശം 1.5 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. So it's a great idea for couples to just de-stress after work. ഏതെങ്കിലും മോളിലോ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. yes, ഫൺ. yeah, ഏതെങ്കിലും മോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർക്കേഡ് ഗെയിമിങ്സ് അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ we can just spend around 300. ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഫൺ. yeah, ഒരു കോമ്പറ്റീഷൻ പോലെ ആവും. so do check it out, do try bowling. and ഇനി അടുത്ത എപ്പിസോഡ് ഓഫ് ആൽഫബറ്റിക്കൽ ഡേറ്റിംഗുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Bye bye.